Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ പാറ്റേൺസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ സ്റ്റാർ പാറ്റേൺസ് ആയിരുന്നു ചെയ്തിരുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റാർ പാറ്റേൺസ് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉള്ള ഒരു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ PPT-യിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ പർട്ടിക്കുലർ ടൈപ്പ് രണ്ട് നമ്പർ പാറ്റേൺസ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ നമുക്ക് ആ ലൂപ്പിന്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കി തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ആദ്യത്തെ ലൂപ്പ് നമുക്ക് നോക്കാം. ആദ്യത്തെ ഈ പാറ്റേൺ, ആദ്യത്തെ റോയിൽ 1, രണ്ടാമത്തെ റോയിൽ 2, 3 അങ്ങനെയാണ് പോകുന്നത്. അത് കൂടാതെ തന്നെ ഓരോ റോയും കൂടുന്നതിനനുസരിച്ച് വാല്യൂം കൂടുന്നുണ്ട്. അതായത് ആദ്യത്തെ റോയിൽ ഒരു ഒന്നേ ഉള്ളൂ, രണ്ടാമത്തെ റോയിൽ 2 വട്ടം, 3 വട്ടം, 4 വട്ടം ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഇതിനകത്ത് ഈ വീഡിയോസിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ സ്റ്റാർ പാറ്റേൺ പർട്ടിക്കുലർ ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ പാറ്റേൺ സ്റ്റാർ വെച്ച് പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇങ്ങനെ ഒരു സ്റ്റാർ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കാണാൻ വളരെ സിമ്പിൾ ആണ്. അപ്പൊ ആദ്യത്തെ ഈ ഔട്ടർ ലൂപ്പ് ആദ്യം എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഒരു ഔട്ടർ ലൂപ്പ് കൊടുക്കും. അതെന്ന് പറയുന്നത് റോസിനെ ഹാൻഡിൽ ചെയ്യാനുള്ളതാണ്. അത് കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ ഇന്നർ ലൂപ്പിനകത്താണ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പാറ്റേൺ മനസ്സിലായെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ സ്റ്റാർ പാറ്റേൺ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഇതിന്റെ ലോജിക്ക് പിടികിട്ടും. നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? ആദ്യം റോസിനെ ഹാൻഡിൽ ചെയ്യണം അല്ലെ? ഇതിന് എത്ര റോസ് ഉണ്ട്? 5 റോസ്. 1, 2, 3, 4, 5. അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൂപ്പ് കൊടുക്കുക. അപ്പൊ നമ്മൾ കൊടുക്കുക ഫോർ ഇന്റ് i ഈക്വൽ ടു 1, i ലെസ് ദാൻ ഇവിടെ വരെ പോണം. ഫോർ ഈക്വൽ ടു എത്ര റോസ് ഉണ്ടെന്ന്? 5, i പ്ലസ് പ്ലസ് കൊടുത്തു. ഇനി ഇന്നർ ലൂപ്പിനകത്ത് കൊടുക്കുകയാണ് ഫോർ ഇന്റ് j ഈക്വൽ ടു 1. j എന്ന് പറയുന്നത് ഐയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. കാരണം എന്താണ്? റോ എത്രയാണോ അതിനനുസരിച്ചല്ലേ കോളത്തിൽ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വരുന്നത്. അതായത് ആദ്യത്തെ റോയില് ആണെങ്കിൽ നമുക്ക് 1 പ്രിന്റ് ആയാൽ മതി. രണ്ടാമത്തെ റോയിലാകുമ്പോൾ 2 വട്ടം പ്രിന്റ് ആവണം. അപ്പൊ ഈ ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഐയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ശരിയല്ലേ? ജെ പ്ലസ് പ്ലസ് കൊടുത്തു. എന്നിട്ട് സിസ് ഔട്ടിനകത്ത് സ്റ്റാർ കൊടുത്താൽ മതി. അപ്പൊ ഞാൻ എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് പറയാറുള്ളതാണ്, നമ്മൾ എപ്പോഴും പ്രിന്റ് എല്ലാം കൊടുത്ത് സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ലൂപ്പ് കൊടുത്താലും സ്റ്റാർ നെക്സ്റ്റ് ലൈനിലെ പ്രിന്റ് ആവുള്ളൂ. അതുകൊണ്ട് ഇവിടെ എല്ലാം കൊടുക്കാൻ പാടില്ല, പ്രിന്റ് വരെ കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഈ ലൂപ്പിന് പുറത്ത് വന്നിട്ടേ ഒരു നെക്സ്റ്റ് ലൈൻ കൊടുക്കാവുള്ളൂ. കാരണം എന്താ? നമുക്ക് ഫസ്റ്റ് റോയിലെ എല്ലാ കോളത്തിലും പ്രിന്റ് ചെയ്തതിന് ശേഷമേ നെക്സ്റ്റ് ലൈനിലോട്ട് പോയിന്റ് ചെയ്യാവുള്ളൂ. കിട്ടിയല്ലോ? നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അത് റൺ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാർ പാറ്റേൺ വന്നിട്ടുണ്ട്. ആദ്യത്തെ റോയിൽ 1 സ്റ്റാർ, 2 സ്റ്റാർ, 3 സ്റ്റാർ ഇങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് ഇച്ചിരി സ്പേസ് ഇട്ട് കാണണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത് തികച്ചും ഓപ്ഷനിലാണ്. ഒരു പ്ലസ് ഇട്ടിട്ട് ഇവിടെ ഒരു സ്പേസ് കൊടുത്താൽ മതി. അപ്പൊ കുറച്ച് ഓരോ സ്റ്റാർ പ്രിന്റ് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം അടുത്ത സ്റ്റാർ പ്രിന്റ് ആവും. കേട്ടോ? ഈ സ്റ്റെപ്പ് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ സ്പേസിങ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാറ്റേണിൽ ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ഇത് പിടികിട്ടിയല്ലോ. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? നമ്മൾ ആദ്യം ഐയുടെ വാല്യൂ 1 ആണ്. ശരിയല്ലേ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണല്ലോ. അതെ. അപ്പൊ ഇത് ഇന്നർ ലൂപ്പിനകത്തോട്ട് കയറും. ആദ്യം ജെയുടെ വാല്യൂ എത്രയാണ്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലോ. അപ്പൊ എന്ത് പറ്റും? ആദ്യത്തെ സ്റ്റാർ പ്രിന്റ് ആവും. ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആവും, 2 ആവും. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടീഷൻ തെറ്റും. കാരണം എന്താ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ല, ഐയുടെ വാല്യൂ അപ്പോഴും 1 തന്നെ ആണല്ലോ. ഈ ലൂപ്പിന് പുറത്ത് വന്നിട്ട് ഒരു നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആവും. അതാണ് ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്തതിന് ശേഷം ഒരു നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആയത്. കിട്ടിയല്ലോ? ഇനി നിങ്ങൾ ഈ പുറത്ത് വന്നതിന് ശേഷം വീണ്ടും എന്താണ്? ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി 2 ആയി. ഓക്കെ, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണല്ലോ. അതെ, അകത്തോട്ട് വരും. ഇവിടെ ഇപ്പൊ ജെയുടെ വാല്യൂ ആദ്യം തൊട്ട് ജെയുടെ വാല്യൂ ആദ്യം എത്രയാണ്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണല്ലോ. അതെ, ആദ്യത്തെ സ്റ്റാർ പ്രിന്റ് ആയതിനു ശേഷം എന്ത് പറ്റും? ജെ ഇൻക്രിമെന്റ് ആവും, 2 ആവും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണല്ലോ. അതെ, വീണ്ടും അടുത്ത സ്റ്റാർ പ്രിന്റ് ആവും. അതാണ് 2 സ്റ്റാർ പ്രിന്റ് ആയി. ഓക്കെ, വീണ്ടും എന്താണ്? ജെയുടെ വാല്യൂ കൂടും, 3 ആവും. 3 ആവുമ്പോൾ എന്ത് പറ്റും? ഈ കണ്ടീഷൻ തെറ്റും. കാരണം എന്താ? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലല്ലോ. അപ്പൊ കണ്ടീഷൻ തെറ്റി. അപ്പൊ 2 സ്റ്റാർ പ്രിന്റ് ചെയ്തതിനു ശേഷം ഒരു നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ചെയ്തിട്ട് ഈ ലൂപ്പിന് പുറത്ത് വന്നിട്ട് നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ചെയ്തു. ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്. ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് പ്രിന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഇപ്പൊ ഈ ആദ്യത്തെ പാറ്റേൺ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ ഐയുടെ വാല്യൂ ആണ് കൂടിക്കൂടി വരുന്നത്. ശരിയല്ലേ? ആദ്യം 1 ആവും, 2 ആവും, 3 ആവും, 4 ആവും, 5 ആവും. ശരിയല്ലേ? ഇവിടെ സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഐ പ്രിന്റ് ചെയ്താൽ മതി. അതായത് എന്താ കാര്യം? ആദ്യം ഐയുടെ വാല്യൂ 1 ആണ്. പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യും. എല്ലാ റോയിലെയും, അതായത് ഫസ്റ്റ് റോയിലെ എല്ലാ കോളം പ്രിന്റ് ആവും. അതിനുശേഷം സെക്കൻഡ് റോയിലോട്ട് വരും. അങ്ങനെയല്ലേ? ഇതായിട്ട് സംശയം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. 1 1 2 2 3 3 3 4 4 4 5 5 5. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ സ്റ്റാറിന്റെ കാര്യം ആദ്യം തന്നെ പറഞ്ഞത്.
അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ആദ്യം ഐയുടെ വാല്യൂ എത്രയാണ് 1 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണല്ലോ അതെ. അപ്പൊ ഇന്നർ ലൂപ്പിൽ കയറി ജെയുടെ വാല്യൂ എത്രയാണ് 1 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലോ അതെ. അപ്പൊ ഐയുടെ വാല്യൂ എത്രയാണ് 1 പ്രിന്റ് ആയി. വീണ്ടും ഇൻക്രിമെന്റ് ആയി 2 ആയി. 2 ആയപ്പോ എന്ത് പറ്റി 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ അല്ലല്ലോ. അപ്പൊ കണ്ടീഷൻ തെറ്റി പുറത്തു വന്നു നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആയി. വീണ്ടും ഐയുടെ വാല്യൂ കൂടി 2 ആയി. മനസ്സിലായല്ലോ. അപ്പൊ നമുക്കിവിടെ ഐ പ്രിന്റ് ചെയ്താൽ തന്നെ നമുക്ക് ആ കറസ്പോണ്ടിങ് ഏത് റോയിലാണോ നിൽക്കുന്നത് ആ റോയുടെ വാല്യൂ അത്രയും തവണ തന്നെ പ്രിന്റ് ആവുന്നു. കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ഈ ആദ്യത്തെ പാറ്റേൺ ചെയ്യുന്നത്. ഇനിയിപ്പോ രണ്ടാമത്തെ പാറ്റേൺ എങ്ങനെയാണെന്ന് നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട. രണ്ടാമത്തെ പാറ്റേൺ എങ്ങനെയാണ് ആദ്യത്തെ റോയില് 1 രണ്ടാമത്തെ റോയില് വന്നപ്പോൾ 1 2 പിന്നെ 1 2 3 അങ്ങനെയാണ് പോകുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഐക്ക് പകരം ഇവിടെ ജെ പ്രിന്റ് ചെയ്താൽ മതി. കാണിച്ചു തരാം. കണ്ടോ ഇപ്പൊ മനസ്സിലായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരേ നമ്പർ ഏത് റോയിലാണോ നിൽക്കുന്നത് ആ നമ്പർ അത്രയും തവണ പ്രിന്റ് ആയിട്ട് വന്നു. ഇതിപ്പോ ആദ്യത്തെ തവണ എത്രയാണ് ഐയുടെ വാല്യൂ 1 ആണ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. വീണ്ടും ജെ ലിങ്കിനകത്തോട്ട് കയറി ജെയുടെ വാല്യൂ എത്രയാണ് 1 ആണ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലോ അതെ. അപ്പൊ ജെയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ എത്ര വരും 1 പ്രിന്റ് ആയി. വീണ്ടും ജെ കൂടി 2 ആയി. അപ്പൊ എത്രയാണ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ അല്ല. അപ്പൊ ഈ ലൂപ്പിന് പുറത്ത് വന്നു നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആയി. അത് കഴിയുമ്പോൾ എത്രയാണ് ഐയുടെ വാല്യൂ 2 ആയി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണല്ലോ അതെ. അപ്പൊ ആദ്യം ജെയുടെ വാല്യൂ എത്രയാണ് 1 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണല്ലോ അതെ. അപ്പൊ ജെയുടെ വാല്യൂ ആണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ജെയുടെ വാല്യൂ എത്രയാണ് 1 അപ്പൊ ഈ 1 പ്രിന്റ് ആയി. പിന്നെ ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി 2 ആയി. ഓക്കെ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണല്ലോ അതെ. അപ്പൊ ജെ പ്രിന്റ് ചെയ്യുമ്പോൾ എത്രയായി 2 ആയി. ഓക്കെ വീണ്ടും ജെ ഇൻക്രിമെന്റ് ആയി 3 ആയി. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ അല്ല. അപ്പൊ കണ്ടീഷൻ തെറ്റി ഇവിടുന്ന് പുറത്തു വന്നു. വീണ്ടും ഇങ്ങനെ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ പർട്ടിക്കുലർ ഏത് റോയിലാണോ നിൽക്കുന്നത് ആ റോയുടെ നമ്പേഴ്സ് അത്രയും തവണ കിട്ടും. ജെയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റാർ പാറ്റേണിന്റെ ലോജിക്ക് മനസ്സിലായാൽ തന്നെ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.